ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് വേദ ഹാപ്പിനെസ് സെന്ററിലാണ്. സോ ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ അനുബന്ധിച്ച് നമ്മുടെ വേദ ഹാപ്പിനെസ് സെന്ററിലെ ഡയറക്ടറും ചീഫ് സൈക്കോളജിസ്റ്റുമായ പ്രിയങ്ക മാം ഒരു മനോഹരമായിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. ഈ വർഷത്തെ വിഷയം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിന്റെ ആക്സസ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എമർജൻസിയും കാറ്റസ്ട്രോഫി ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ എന്ന് പറയുമ്പോൾ ഡിസാസ്റ്റർ, നാച്ചുറൽ കലാമിറ്റീസ്, അതുപോലെ ഇപ്പൊ യുദ്ധം ഒക്കെ നടക്കുന്നില്ലേ. അപ്പൊ ആ സമയത്ത് നമ്മുടെ സർവീസ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിഷയം. നമ്മളെ മെന്റലി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ആശയം നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യം, നമ്മുടെ എല്ലാ വർക്ക് പ്ലേസിലും എല്ലാ സ്ഥലത്തും ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണ്. ഇതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ആൻഡ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ ഇന്നലെ ലോക മാനസികാരോഗ്യ ദിനമായതുകൊണ്ട് തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നമ്മൾ കൈമാറി നമ്മൾ ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കാണാം. ഇറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിങ്ങൾ ഓരോരോ വസ്തു നിങ്ങൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. തീർച്ചയായിട്ടും ഓരോരോ വീട്ടിലും ഓരോരോ വർക്ക് പ്ലേസിലും ഈ ഒരു ബോക്സ് നിർബന്ധമായും ഇരിക്കണം എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളത്. കാരണം ഇറ്റ് വിൽ ഹെൽപ്പ് യു. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. ബട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് വിഷമം വരുമ്പം, സങ്കടം വരുമ്പം, ദേഷ്യം വരുമ്പം, ആത്മഹത്യ ചെയ്യണം എന്ന് പോലും തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതും എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതും ഇതിന്റെ അകത്ത് എഴുതിയിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. ഇതിലുള്ള 5 വിവിധ വസ്തുക്കളും 5 പഞ്ചേന്ദ്രിയങ്ങൾ സൂത്രം ചെയ്യുന്ന വസ്തുക്കളാണ്. ഇത് മണ്ടാര ആർട്ടാണല്ലോ എനിക്ക് ആദ്യം കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ കൈകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് സെൻസിനെ ശരിക്കും സൂത്രം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ മണ്ടാര ആർട്ടിൽ ഒരുപാട് സൈക്കോളജിക്കൽ യൂസേജ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതെടുക്കുക. വിഷമം വരുന്ന സമയത്ത് ഇതിലൊന്ന് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളറും ഇതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് കളർ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സെൻസറി ബോൾ ഉണ്ട്. ഇതും നമുക്ക് കൈകൾക്ക് ടച്ചിന് സൂത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്തുവാണ്. നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യമുള്ള സമയത്ത്, സങ്കടമുള്ള സമയത്ത് 2 കൈയിലും 2 ബോൾ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് അടുത്തതായി എനിക്ക് കിട്ടിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൽഫ് അഫർമേഷൻ കാർഡുകളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. നമ്മുടെ അടുത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാരസെറ്റമോൾ കൊടുക്കാമായിരിക്കും. പക്ഷേ സൈക്കോളജിയിൽ അങ്ങനെയല്ല. 10 ആൾക്കാർ തലവേദനയാണ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ 10 പേർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ ആയിരിക്കും, 10 പേർക്കും കൊടുക്കുന്ന തെറാപ്പി വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ കാര്യം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാം. എങ്കിൽ പോലും ഞാൻ പറയാം, ഇതിൽ ഏത് വസ്തു നിങ്ങൾ വിഷമം ഉണ്ടാവും, ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലീഫ് ഉണ്ടാവും. അപ്പൊ ഇതിന് ഈ സെൽഫ് അഫർമേഷൻ കാർഡ് കണ്ടോ, ഇതിന് നമ്മൾ വിചാരിക്കുമോ ഇതിങ്ങനെ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിന് വലിയ മീനിങ് ഒന്നും തോന്നില്ല, ഇതെന്നെ എഫക്ട് ചെയ്യില്ല എന്ന് വിചാരിക്കും. പക്ഷെ വിഷമമുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് വന്ന് ഇതൊന്ന് എടുത്ത് നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒന്ന് എടുത്ത് നോക്കുക. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹീൽ യു. സ്മെല്ലിനുള്ളതാണ്. അടിപൊളി സ്മെല്ലാണുള്ളത്. സെന്റഡ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. അടുത്തത് ഒരു ബുക്ക് കണ്ടോ, ഒരു കുഞ്ഞു ജേണലാണിത്. നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തും വെക്കാം കേട്ടോ. ഇതിപ്പോ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബുക്ക് വെച്ചോളാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു ബുക്കിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞായിട്ട് നമുക്ക് എഴുതാം. അതെല്ലാം വലുതായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് കുറേ എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനെ അനുസരിച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കേണ്ടതുണ്ടാവും.
ദർ ഇസ് സംതിങ് ഹിയർ. നട്ട്സ് ആണ് ഇത്. ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് വെക്കാം. അതല്ല ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കോപ്പിക്കോ എന്ന് പറയുന്ന ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എൻ്റെ സ്ട്രെസ് ഫ്രീക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കുക. അപ്പൊ അത് എടുത്തൊന്ന് വാങ്ങിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണോ ഫേവറേറ്റ് ആയിട്ടുള്ള വസ്തു അതാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കേണ്ടത്. പിന്നെ ഒരു ടാൻഗ്രാം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള പസിൽ. ഇത് നമുക്ക് ജോയിൻ ചെയ്യും. ഇങ്ങനെ പസിൽ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ആ ഒരു വിഷമത്തിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ആയിട്ട് നമുക്ക് വേറെ തോട്ടിലേക്ക് ചാനലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു സ്കാനർ, QR കോഡാണ്. ഈ QR കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഇൻ ടു എ ബ്യൂട്ടിഫുൾ മ്യൂസിക് യൂട്യൂബ് ലിങ്കിലേക്കായിരിക്കും കണക്ട് ആവുന്നത്. ഇറ്റ് അഗെയിൻ ദിസ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. പിന്നെ ഉള്ളത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ്, ഇത് ഞാൻ കാണിച്ചു തരാം. ഡിഡ് യു സീ ദിസ്? ഇതിന്റെ സൗണ്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം. എനിക്ക് മ്യൂസിക് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് മ്യൂസിക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഞാൻ ഇത് പ്ലേ ചെയ്യുമ്പോൾ എന്ത് രസമാണെന്ന് കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര മ്യൂസിക് അറിയാതെ ആളാണെങ്കിൽ പോലും ഇതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എനിക്കറിയില്ല ഈ വീഡിയോയിൽ എത്രമാത്രം സൂത്തനിങ് ആയിട്ട് കേൾക്കുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് റിയലി സൂത്തനിങ് തിങ്. അപ്പം ഇത് ചെവിയെ സൂത്തൻ ചെയ്യാൻ വേണ്ടി, ഇത് വായിയെ സൂത്തൻ ചെയ്യാൻ വേണ്ടി, ഇത് നമ്മുടെ ടച്ചിനെ സൂത്തൻ ചെയ്യാൻ വേണ്ടി, ഇത് നമ്മുടെ സ്മെല്ലിനെ സൂത്തൻ ചെയ്യാൻ വേണ്ടി, ഈ എഫർമേഷൻ കാർഡുകൾ നമ്മുടെ കാഴ്ചയെ സൂത്തൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും സൂത്തൻ ചെയ്തുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കി തന്നത് നമ്മുടെ സ്വന്തം ഷഹർബാനു ആണ്. ഷഹർബാനു ഇവിടെ ഇന്റേൺ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്നിപ്പം ആള് ടീച്ചറാണ്. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ചെയ്തു തന്നു. താങ്ക് യു സോ മച്ച് ഷഹർബാനു ഫോർ ഡൂയിങ് ദിസ്. ഓക്കെ സോറി. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾവേസ് യു ക്യാൻ കോൾ അറ്റ് വേദ ഹാപ്പിനെസ് സെന്റർ. ഇതിലൊരു റീച്ച് ഔട്ട് കാർഡ് ഉണ്ട്. You can call, you can mail, you can come, anything. Okay, coming is always preferred. എപ്പോഴും വേദ ഹാപ്പിനെസ് സെന്ററിലേക്ക് വന്ന് ചെയ്യുന്നതാണ് എപ്പോഴും ഓൺലൈനേക്കാളും എപ്പോഴും നല്ലത് ഓഫ്ലൈൻ സർവീസ് ആണ്. തീർച്ചയായിട്ടും ഓഫ്ലൈൻ സർവീസ് ചൂസ് ചെയ്യുക, അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.